ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. കശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യം റെയിൽവേ ശൃംഖലയിലൂടെ കോർത്തിണക്കപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കശ്മീരിലെ കത്രയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചിനാബ് പാലത്തിന്റെയും അഞ്ചി ഘാട്ട് പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ശ്രീനഗറിൽ നിന്നും കത്രയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് സർവീസും ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 46,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഈ മാസം അവസാനം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫോണിൽ ക്ഷണിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിലെ വിജയത്തിൽ കാർണിയെ അഭിനന്ദിച്ച ശ്രീ മോദി ഉച്ചകോടിയിലേക്കുള്ള ക്ഷണത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മെഡിക്കൽ PG പ്രവേശന പരീക്ഷയായ നീറ്റ് ഓഗസ്റ്റ് 3-ന് ഒറ്റ ഷിഫ്റ്റായി നടത്താൻ ദേശീയ പരീക്ഷാ ബോർഡിന് അനുമതി നൽകി സുപ്രീംകോടതി. ജൂൺ 15-നാണ് ആദ്യം പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. അതേസമയം പരീക്ഷ നടത്താൻ ഇനി സമയം അനുവദിക്കില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഉമീദ് പോർട്ടൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പുറത്തിറക്കി. പുതിയ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, വഖഫ് വിശദാംശങ്ങൾ ഫയൽ ചെയ്യൽ, വഖഫ് രജിസ്റ്ററിന്റെ പരിപാലനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് പോർട്ടൽ സ്ഥാപിച്ചിട്ടുള്ളത്. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിലും ഭരണത്തിലും സുതാര്യത കൊണ്ടുവരാൻ പോർട്ടൽ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാകൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ കേരളത്തെ സജ്ജമാക്കുന്നതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കാൻ വിജ്ഞാന സമൂഹം കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്നും ഗവർണർ പറഞ്ഞു. ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കേരള അറ്റ് 2047 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന 5 തരം അമീബകളെ കണ്ടെത്താനുള്ള കേരളത്തിലെ മോളിക്യുലാർ സങ്കേതം വിജയം. മോളിക്യുലാർ ലാബിലൂടെ ആദ്യത്തെ അമീബയുടെ രോഗസ്ഥിരീകരണം നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗങ്ങളെ കൂടി രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19-ന് നിലമ്പൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ വർഷം 23 കോടിയിലധികം ആളുകളുടെ പങ്കാളിത്തത്തിലൂടെ യോഗ ഇന്ത്യയെ ആഗോള സ്വാസ്ഥ്യത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയതായി കേന്ദ്ര സർക്കാർ. ലോകാരോഗ്യ സംഘടനയുടെ പങ്കാളിത്തം, ധാരണാപത്രങ്ങൾ, ലോകമെമ്പാടുമുള്ള അക്കാദമിക് ചെയറുകൾ എന്നിവയുടെ പിന്തുണയോടെ ആയുർവേദം ഇന്ത്യയെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പങ്കുവച്ചും വിശ്വാസത്തിന്റെ കരുത്ത് മുറുകെ പിടിച്ചും ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും നാളെ അവധിയാണ്. എല്ലാ വിശ്വാസികൾക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. ഇടുക്കി പീരുമേട് താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. മഞ്ചുമല, വള്ളക്കടവ്, കൊക്കയാർ, പെരിയാർ തുടങ്ങിയ ഇടങ്ങളാണ് സംഘം സന്ദർശിച്ചത്. തഹസീൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം സേനാംഗങ്ങൾ വിവിധ മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുമുള്ള തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് രാത്രി ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള തീരക്കടലിൽ ഈ മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ഈ കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ അനുവദിക്കില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താൻ തടസ്സമില്ല. ഇതര സംസ്ഥാന ബോട്ടുകൾ ഈ മാസം 9-ന് മുൻപ് തീരം വിടണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.